ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു കഥയാണ് നമ്മൾ കാണാനായി പോകുന്നത്. 2025 റിലീസായ ഈവൻ ഇഫ് ദിസ് ലവ് ഡിസപ്പിയേഴ്സ് ടുനൈറ്റ് എന്ന വളരെ രസകരമായ ഒരു കൊറിയൻ കഥ. ഞാൻ കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ നമ്മുടെ മൂവി മാനിയ റീലോഡഡ് എന്ന ചാനലിൽ വളരെ രസകരമായ ഒരു ഡ്രാമ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഹാൻസിയോയെ കാണിച്ചുകൊണ്ടാണ്. ഹാൻസിയോ രാത്രി കിടക്കുന്നതിന് മുന്നേ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ അതിനുശേഷം ഉറങ്ങുന്നവൾ അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോഴേക്കും അവൾക്ക് പ്രത്യേകിച്ച് ഒരു ഓർമ്മയും തന്നെ ഇല്ല. കണ്ണു തുറക്കുമ്പോഴേ അവളാകട്ടെ കുറെ നോട്ട്സ് അവിടെ വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അത് വായിക്കുമ്പോൾ അവൾക്കൊരു ആക്സിഡന്റിലൂടെ പ്രത്യേക ടൈപ്പ് അംനേഷ്യ ബാധിച്ചിരിക്കുന്നുവെന്നും അതിനുശേഷം അവൾക്ക് ഇങ്ങനെ മെമ്മറി ഇഷ്യൂസ് ഉണ്ട്, പല കാര്യങ്ങളും അവൾക്ക് ഓർമ്മ പോലും വരാറില്ലെന്ന കാര്യങ്ങളും അവളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോഴേക്കും അവൾക്ക് ഓർമ്മയിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നോട്ട്സ് ആയി അവൾ ആ ഒരു ഓർമ്മകൾ അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോൾ തനിക്ക് ഇത് വായിച്ച് ലഭിക്കാൻ വേണ്ടി നോട്ട്സ് ആയി കമ്പ്യൂട്ടറിൽ കുറിച്ചിടാറുണ്ടെന്ന് മനസ്സിലാക്കുന്നവൾ ഓരോ നോട്ട്സ് ആയി എടുത്ത് വായിക്കുമ്പോഴാണ് അവൾക്ക് കാര്യങ്ങളെ പറ്റി ബോധ്യമാവുന്നത്. പറഞ്ഞ കണക്ക് തന്നെ അവൾക്ക് ആൻഡ്രോഗീഡ് എന്ന ഒരു പ്രത്യേക ടൈപ്പ് അംനേഷ്യ ബാധിച്ചിരുന്നു ഒരു ആക്സിഡന്റിന് ശേഷം. അവൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ഇതുപോലെ അന്നത്തെ ദിവസം കടന്നു പോയി ഉറങ്ങി എണ്ണിക്കുമ്പോൾ എല്ലാ ദിവസവും ഓർമ്മ നഷ്ടപ്പെടുന്നവൾ ഓരോ ദിവസവും അവളുടെ അന്നത്തെ ലൈഫ് ഡയറിയായി കുറിച്ചു വെക്കാറുണ്ട്, ഓരോ നോട്ട്സ് ആയി ആ ഒരു ഓർമ്മകളെ തിരിച്ചു പിടിക്കാനായി. അവൾക്കുള്ള ഈ ഒരു പ്രത്യേക അവസ്ഥയെ കുറിച്ച് അങ്ങനെ അധികം ആർക്കും ഒന്നും അറിയില്ല. അവളുടെ പേരൻസിന് അറിയാം, ഒപ്പം അധ്യാപകർക്കറിയാം, പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജിമ്മിനും അറിയാം. അങ്ങനെ അവളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. ഇത് ഇപ്പൊ തന്നെ റെഡിയായി ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായി അവൾ സ്കൂളിലേക്ക് പോകുന്ന ടീം ബസ്സിൽ നിൽക്കുമ്പോൾ സഡൻ ആയി ഡ്രൈവർ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഹാൻസിയോ വീഴാനായി പോകുന്നുണ്ട്. ആ ടീം അവിടെ അടുത്തുണ്ടായിരുന്ന കിം എന്ന പയ്യനാണ് അവളെ വീഴാതെ പിടിക്കുന്നത്. അവൾ വീഴാതിരിക്കാനായി പെട്ടെന്ന് അവൻ അവളുടെ മുടിയിലാണ് പിടിച്ച് താങ്ങിയത്. ആക്ച്വലി അവളെ അവൻ അവിടെ ഹെൽപ്പാണ് ചെയ്തത്. പക്ഷെ അവനാകട്ടെ അവൾക്കൊരു ബുദ്ധിമുട്ട് മുടി പിടിച്ച് വലിച്ചതുകൊണ്ട് ഉണ്ടാവരുന്ന രീതിക്ക് ഉടനെ തന്നെ സോറി പറയുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ അവനെ മൈൻഡ് ആക്കാതെ വേഗം വെപ്രാളത്തിൽ തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ്സിലെത്തുന്ന കിമ്മാകട്ടെ അവന്റെ സീറ്റും അടുത്തിരിക്കുന്ന ഫ്രണ്ടിന്റെ സീറ്റും ഒക്കെ ആകെ വൃത്തിയിടായി കിടക്കുന്നുണ്ട്. നീയാണോ ഇത് വൃത്തിയിടാക്കിയേ, മേലെങ്ങനെ ആക്കലെന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിനെ വഴക്ക് പറയുമ്പോൾ ഫ്രണ്ട് ഒന്നും മിണ്ടാതെ അതൊക്കെ ക്ലീൻ ചെയ്യുകയും സോറി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് അവന് ഇത് ഫ്രണ്ടിന്റെ പണിയല്ല, ഫ്രണ്ടിന് എപ്പോഴും ബുള്ളി ചെയ്യുന്ന അപ്പുറത്തെ ക്ലാസ്സിലെ പയ്യന്മാരുടെ പണിയാണെന്ന് മനസ്സിലാവുന്നത്. വേഗം തന്നെ ദേഷ്യം വന്ന് കിം ആ പയ്യന്റെ അടുത്തേക്ക് പോകുന്നു. അവന്റെ പേര് ജങ് എന്നാണ്. ജങ്ങിനോട് ഇനി മേലാൽ തന്നെ ഫ്രണ്ടിനെ ബുദ്ധിമുട്ടിക്കരുത്, പ്രത്യേകിച്ച് എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ കുറെ നാളായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, അതിന് നടക്കില്ല എന്നല്ല കിം പറയുമ്പോ ഓ അങ്ങനെയാണോ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പൊ അവളിലൂടെ ഹാൻസിയോ നടന്നു പോകുന്നത് കണ്ട് നീ അവളെ പ്രപ്പോസ് ചെയ്യുക, അതായത് ഒരു ദിവസം ഒന്ന് ഡേറ്റിന് വിളിക്കുക, അവൾ വരികയാണെങ്കിൽ നീ പറഞ്ഞ കണക്ക് നിന്റെ ഫ്രണ്ടിനൊന്നും ബുള്ളി ചെയ്യില്ലാന്ന് ജങ് പറയുന്നുണ്ട്. ആക്ച്വലി ഹാൻസിയോ കാണാൻ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് സ്കൂളിൽ വരാറുണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ആക്കാറുണ്ടായിരുന്നേ ഇല്ല. അവളായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ഈ കാര്യങ്ങൾ അറിയാവുന്ന ബെസ്റ്റ് ഫ്രണ്ടായ ജിമ്മിനോട് മാത്രമേ സ്കൂളിൽ മിണ്ടാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു കൗതുകത്തിന്റെ പുറത്ത് ജങ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയ ആ ഒരു ചലഞ്ച് കിമ്മിന്റെ മുന്നിൽ വെക്കുന്നത്. എന്തായാലും കിം അതിനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവന് പിന്നെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊരു പിടുത്തവും ഇല്ല. അവനാകട്ടെ പിന്നീട് ഗ്രൗണ്ടിൽ ഹാൻസിയോയും ഫ്രണ്ട്സും ഒക്കെ PT പീരീഡിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര ആലോചനയിലായിരുന്നു. അവൻ എന്നാലും ഇത് ശരിയാവില്ല എന്ന് ഓർത്ത് പിന്നെ അത് ചിന്തിക്കുന്നില്ല. പിന്നീട് അവർ ക്ലാസ് ഇരിക്കുമ്പോൾ ഫ്രണ്ട് ആവട്ടെ ഞാൻ കാരണം നീ പ്രശ്നത്തിലായില്ലേ സോറി എന്നും പറഞ്ഞ് അവനൊരു നോട്ട് എഴുതി കൊടുക്കുമ്പോൾ ഫ്രണ്ടിനെ പറ്റി ഓർത്ത് കിമ്മിനും സോറി തോന്നുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ആകുമ്പോഴേക്കും ജങ്ങും പയ്യന്മാരും ഇവിടെ എത്തി വീണ്ടും കിമ്മിനെയും ഫ്രണ്ടിനെയും മെക്കിട്ട് കയറാനായി തുടങ്ങുമ്പോഴേക്കും നീ പറഞ്ഞ കണക്ക് ഞാൻ അവളെ ഡേറ്റിന് ക്ഷണിക്കും, പക്ഷെ തീർച്ചയായും അവളത് സമ്മതിച്ചു കഴിഞ്ഞാൽ മേലാൽ ഇതുപോലെ വന്നേക്കരുതെന്ന് പ്രത്യേകമായി പറഞ്ഞ് ഓർമ്മപ്പെടുത്തി അവൻ വേഗം തന്നെ ഹാൻസിയെ കാണാനായി പോകുന്നു. അവളുടെ അടുത്ത് ചെന്നവൻ അങ്ങനെ എന്റെ കൂടെ ഒരു ദിവസം ഡേറ്റിന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അവളാകട്ടെ അവനെ ഒന്ന് നോക്കുകയും എന്തോ ഒന്ന് ആലോചിക്കുകയും ചെയ്ത ശേഷം വരാമെന്ന് പറയുന്ന ടീം അവൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് കരുതി അവിടെ കാത്തു നിന്നിരുന്ന ജങ്ങും ഒപ്പം തന്നെ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഇത് ചെന്ന് ചോദിച്ച കിമ്മും തന്നെ ഞെട്ടിപ്പോയിരുന്നു അവളുടെ ആ ഒരു എസ് പറച്ചില് കേട്ട്. അന്നാകട്ടെ ക്ലാസ് കഴിഞ്ഞ കിമ്മിന്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പോയ ശേഷം അവൻ ക്ലാസ്സിലുള്ളപ്പോൾ അവനെ കാണാനായി ഹാൻസിയോ എത്തുന്നുണ്ട്. അവന്റെ ഫോണിൽ അവളുടെ നമ്പർ സേവ് ചെയ്യുന്നവൾ അവളുടെ ഫോണിൽ അവന്റെ നമ്പർ മൈ ബോയ് ഫ്രണ്ട് എന്ന പേരിൽ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഡേറ്റിനെ വിളിച്ചപ്പോഴേ ഇവളിങ്ങനെ മൈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ പേര് സേവ് ചെയ്യുന്നത് കണ്ട് ആക്ച്വലി കിം ഒന്ന് ഞെട്ടുന്നുണ്ട്. അവന്റെ ഞെട്ടിൽ കണ്ട് അവളാട്ടെ അതിനെന്താ നമ്മളെ ഡേറ്റിന് പോവല്ലേ, താനല്ലേ എന്നെ ഡേറ്റിന് വിളിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ നിന്നെ ഡേറ്റിന് വിളിച്ചതെന്നും പറഞ്ഞ് അവനുള്ള കാര്യങ്ങൾ അവളോട് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറിയ വാട്ടമൊക്കെ വരുന്നുണ്ട്. കാരണം അവൾ ആ ഒരു ഡേറ്റിന് അവൻ വിളിച്ചതിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കി അവൾ സാരില്ല താൻ നല്ലൊരു ഫ്രണ്ടാ, എന്തായാലും എന്നെ ഡേറ്റിന് വിളിച്ചല്ലേ ഞാനും സമ്മതിച്ചല്ലേ നമുക്ക് പോയിട്ട് വരാന്ന് അവൾ മുൻകൈ എടുക്കുമ്പോൾ എന്നെ ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഇവൾക്ക് ഇത് കേട്ടപാടെ ഇത്ര ശുഷ്കാന്തി എന്ന് അറിയാനേ. അത് കേട്ടപാടെ അവൾ അങ്ങനെ ഇഷ്ടമൊന്നും അല്ല, പക്ഷെ ഞാൻ ഇന്നുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എനിക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരാഗ്രഹം, അതുകൊണ്ടാണെന്ന് പറയുന്നു. പിന്നെ ഡേറ്റിന് പോകുമ്പോൾ എനിക്ക് 3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾ ഒരുപാട് പേഴ്സണൽ ആയ കാര്യങ്ങളൊന്നും സംസാരിക്കും
സംസാരിക്കാനേ പാടില്ല. പിന്നെ സ്കൂളിൽ വെച്ച് അങ്ങനെ സംസാരിക്കേ വേണ്ട. മൂന്നാമത്തേത് ഈ ഒരു ചുമ്മാ ഡേറ്റ് ചെയ്യുന്ന ടീം റിയൽ ആയിട്ട് ഫീലിംഗ്സ് നമുക്കിടയിൽ ഉണ്ടാവാനും പാടില്ല. ഇതാണ് എന്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞവൾ വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ ഇപ്പോൾ എന്തൊക്കെ കാണിക്കുന്നതെന്ന് അവന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ പോകുന്ന ടീം അവനെ പറ്റി കൂടുതലായി അവൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. അവന് ഇഷ്ടമുള്ള കളർ, ഫുഡ്, സീസൺ, അങ്ങനെ പല പല കാര്യങ്ങൾ അവന്റെ ഇഷ്ടപ്പെട്ടത് എന്താണെന്നെല്ലാം ചോദിച്ചറിഞ്ഞു. അവൾ അത് അപ്പൊ അവളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അല്ല എന്തിനിപ്പോ ഇതൊക്കെ എന്ന് അവൻ ചോദിക്കുമ്പോൾ കപ്പിൾസ് അല്ലേ നമ്മൾ, അപ്പൊ ഇതൊക്കെ ഒന്ന് അറിയണമെന്ന് പറഞ്ഞ് അവൻ അൺഎക്സ്പെക്ടഡ് ആയി നിൽക്കുന്ന ടീം അവൾ ഒരു കാൻഡിഡ് ഫോട്ടോയും ക്ലിക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു സെൽഫി. അങ്ങനെ അതിനുശേഷം അവരാകട്ടെ ഒന്നിച്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തടുത്തിരിക്കുന്ന ടീം കിം അവന് ഇഷ്ടമുള്ള പാട്ടൊക്കെ അവളെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ അപ്പോഴും അവന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് കാണുന്ന അവൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ ഓർഡിനറി അല്ല, അത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് അവൾ പറയുന്ന ടീം അതെനിക്ക് മനസ്സിലായി അവൻ കളിയാക്കുന്ന രീതി പറയുമ്പോൾ അവൾ കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും അന്നത്തെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചവൻ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ അവന്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി അച്ഛൻ വരുന്നുണ്ട്. ഫുഡ് ടേബിളിൽ ഉണ്ടാച്ചാന്നെല്ലാം അവൻ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അവനെ വലിയ മൈൻഡ് ആകാതെ ഞാൻ കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞ് റൂമിൽ കയറി കഥ അടക്കി. അവനാകട്ടെ ആകെ അപ്സെറ്റ് ആയി കിടക്കുന്ന ടീം അവളാകട്ടെ ഒന്നിച്ചെടുത്ത ഫോട്ടോയും ഒരു ഗുഡ് നൈറ്റ് മെസ്സേജും അവൻ അയച്ചിരുന്നു. അത് കണ്ട് ഉറങ്ങുന്നവൻ അടുത്ത ദിവസം സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ ബസ്സിൽ വെച്ച് അവളെ വീണ്ടും കാണാമെന്ന് കരുതി തപ്പുന്നുണ്ടെങ്കിലും ഒരു സ്റ്റോപ്പിലും അവളെ കണ്ടില്ല. സ്കൂളിൽ അവൻ എത്തുമ്പോഴേക്കും ഒരു ഹീറോ കണക്ക് എല്ലാവരും ആരോടും അങ്ങനെ മിണ്ടാതെ നടന്നിരുന്ന ഹാൻസിയോ അവന്റെ കൂടെ ഡേറ്റിന് പോയതിന്റെ പേരിൽ അവനെ പ്രശംസിക്കുന്നൊക്കെയുണ്ട്. അവന്റെ സീറ്റിൽ എത്തുമ്പോഴേക്കും സീറ്റൊക്കെ നല്ല നീറ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. കൂടാതെ ഫ്രണ്ടും ഭയങ്കര കാര്യമായിട്ട് അവനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പുള്ളി പയ്യന്മാരുടെ ശല്യം തീർന്നല്ലോ. അവനങ്ങനെ ഇതൊക്കെ നടക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ശകലം ഉണ്ടെങ്കിലും ഹാൻസിയോട് സംസാരിക്കാൻ വല്ലാതെ അവന് കൊതിയാവുന്നുണ്ട്. അവൻ ലഞ്ച് ബ്രേക്ക് ടൈമിൽ അവളെ കാണുന്ന ടീം സംസാരിക്കാന്ന് കരുതുന്നുണ്ടെങ്കിലും സ്കൂളിൽ വെച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ അവൾ പറഞ്ഞിരുന്നത് ഓർക്കുന്നവൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ട് മൈൻഡ് ആക്കാതെ പോകുന്നു. അവളും അവനെ കണ്ടിട്ട് വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇവരിങ്ങനെ പോകുന്നത് ഹാൻസിയുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജിമിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കിമ്മിനെ കാണുമ്പോഴേക്കും അവനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ജിമിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഹാൻസിയുടെ പുറകെ ഡേറ്റ് എന്നും പറഞ്ഞ് നടക്കണ്ട, ഇത് അവസാനിപ്പിക്കണമെന്ന് ജിമിൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് അവളെ പറ്റി അറിയാനായി അവളുമായിട്ട് അടുക്കാനായും ഇപ്പൊ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഉണ്ടാണെന്ന് അവൻ പറയുമ്പോൾ അവന്റെ ഫോൺ വാങ്ങി അവൾ അവളുടെ നമ്പർ അതിൽ സേവ് ചെയ്യുന്നുണ്ട്. ഈ കാഴ്ച ജങ് കാണുന്നുണ്ടായിരുന്നു. ജങ് മറ്റേ പുള്ളിപ്പയ്യൻ. അവന്റെ ജിമിനിൽ ഒരു കണ്ണുള്ളത് കൊണ്ട് തന്നെ അവനിത് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ കിമ്മിനെ കാത്തു നിന്ന ഹാൻസിയോ അവനെ കണ്ടപാടെ വാ നമുക്ക് പോകാന്നും പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി അവരങ്ങനെ ക്ലോ മെഷീനിലൊക്കെ ഗെയിം കളിച്ചും സമ്മാനം നേടി അങ്ങനെ ഹാപ്പി ആയി കുറെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നീട് അവൾ വീട്ടിലെത്തി കമ്പ്യൂട്ടറിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ഓർമ്മയില്ലാതെ എണ്ണിക്കുമ്പോൾ മനസ്സിലാക്കാനായി നോട്ടായി കുറിക്കുകയും ചെയ്യുന്നു. എന്തായാലും അങ്ങനെ നൈസായി ഇവരുടെ ഡേറ്റിംഗ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ജിമിനാകട്ടെ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ കിമ്മിനോട് ഹാൻസിയോട് പുറകെ നടക്കില്ലെന്ന് പറഞ്ഞെങ്കിലും അവനത് കേൾക്കുന്നില്ല എന്ന് ജിമിന് മനസ്സിലാവുന്നുണ്ട്. ഹാൻസിയോയും കിമ്മുമായിട്ടുള്ള ആ ഒരു ഡേറ്റിംഗിലൊക്കെ വളരെ ഹാപ്പി ആണെന്ന് മനസ്സിലാക്കുന്ന അവൾ തന്റെ ഫ്രണ്ട് ഹാപ്പി ആയിരിക്കുന്നതിൽ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ ജിമിൻ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ അവളെ ക്ലാസ്സിന് പുറത്തു നിന്ന് ജങ് വായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജങ് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് കിം എത്തുമ്പോഴേക്കും ജങ് ഒന്നും മിണ്ടാതെ പോകുന്ന ടീമാണ് കിം ഹാൻസിയോയെ വീണ്ടും ശ്രദ്ധിക്കുന്നത്. അവളെ ഇങ്ങനെ ദൂരെന്ന് കാണുമ്പോൾ പോലും അവന്റെ ഹാർട്ട് വല്ലാതെ റേസ് ആവുന്നുണ്ട്. ചുമ്മാ ഒരു കളിക്ക് തുടങ്ങിയത് ശരിക്കും അവളോട് ഒരു ഇഷ്ടമായി മാറുന്നുണ്ടെന്ന് അവനിപ്പോ തോന്നുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ വെച്ച് അങ്ങനെ മിണ്ടാതെ നടന്ന് പിന്നീട് ക്ലാസ് കഴിഞ്ഞ് ഡേറ്റിന് പോയി ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ തന്നെ കമ്പ്യൂട്ടറിൽ നോട്ട് ചെയ്ത് വെക്കുന്ന ഹാൻസിയോനെ നമുക്ക് കാണാം. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാവട്ടെ ഒരു ദിവസം കിം ഒരു കാഴ്ച കാണുന്നുണ്ട്. ജങ്ങിനെ കുറെ പയ്യന്മാരെ ചേർന്ന് അടിക്കുന്ന കാഴ്ച. അവൻ ആദ്യം അത് മൈൻഡ് ആക്കുന്നില്ലെങ്കിലും അടി കുറെ നേരം തുടരുന്നു എന്ന് കാണുന്ന അവൻ അതിൽ ഇടപെടുന്നുണ്ട്. തുടർന്ന് ആ പയ്യന്മാർ അവന് നേരെ തിരിയുമ്പോഴേക്കും ഓടിപ്പൊക്ക അല്ലെങ്കിൽ മിസ്സിനെ അറിയിക്കുമെന്നും പറഞ്ഞൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജനാലയിലൂടെ മൊബൈലിൽ ഈ നടന്ന അടിയുടെ വീഡിയോ ചിത്രീകരിക്കുന്ന ഹാൻസിയോനെയും ജിമിനെയും കാണുന്ന പയ്യന്മാര് വേഗം പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇത് കിം നോട്ടീസ് ചെയ്യുന്നു. അവരിപ്പോ ഇതിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇവന്മാര് അവനെ കൂടുതൽ ഉപദ്രവിക്കാതെ പോയത്, അല്ലെങ്കിൽ അവനും നല്ല അടിയിടിയും കിട്ടിയേനെ. തുടർന്ന് ജങ്ങിനെ മരുന്ന് വെച്ചു കൊടുക്കാനായി കിം പോകുമ്പോ ജിമിനും ഹാൻസിയോയും അവിടെയുണ്ട്. ആദ്യം എന്താ നീ എന്നെ അടിക്കുന്ന കണ്ടിട്ട് അതിൽ ഇടപെടാഞ്ഞതെന്ന് ജങ് ചോദിക്കുമ്പോൾ നീ അവന്മാർക്കിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ അത് തിരിച്ചു തരുന്നതെന്ന് ഞാൻ കരുതിയത്, പിന്നെ അത് ഒരുപാട് നേരം നീളുന്ന കണ്ടപ്പോ ഇടപെടാതിരിക്കാൻ തോന്നിയില്ലാന്ന് അവനും പറയുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം വീട്ടിലേക്ക് എത്തുന്ന കിം ആകട്ടെ അച്ഛന്റെ കൂടെ അമ്മയുടെ ഓർമ്മ ദിവസമാണ് അന്ന്. അതുകൊണ്ട് തന്നെ അതിന്റെ ചടങ്ങുകൾക്ക് ശേഷം സംസാരിക്കുന്ന ടീം അച്ഛൻ ഇപ്പോഴും അമ്മയെ പറ്റി ഓർത്ത് വളരെ ഡിപ്രഷനിലാണെന്ന് അറിയാവുന്നവൻ അച്ഛനോട് എന്തായാലും ഇത്രയും വർഷം കഴിഞ്ഞില്ല അച്ഛാ, ഇനി അച്ഛൻ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കരുത്, അച്ഛൻ മൂവ് ഓൺ ചെയ്യണം, കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ഉണ്ടാവണമെന്നൊക്കെ അവൻ അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛൻ ഫോട്ടോഗ്രാഫി ഒന്നും അമ്മയുടെ മരണത്തിന് ശേഷം ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ ആ പാഷനിലേക്കൊക്കെ മടങ്ങി വരണമെന്നാണ് അവൻ അച്ഛനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ സ്കൂൾ കാണുമ്പോഴേക്കും കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവാണ്. ഇപ്പൊ ദേ ജങ് അന്നത്തെ ആ ഒരു അടിപിടിയിൽ കിം അവനെ സഹായിച്ച ശേഷം അവനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത്. ഏതാണ് നല്ല സുഹൃത്തുക്കളെ കണക്കൊക്കെ. ഹാൻസിയോയും കിമ്മും ആയിട്ട് വരുന്ന വീക്കെൻഡില് പുറത്തു പോകുന്നതിന്റെ ഡിസ്കഷനിലാണ്. അങ്ങനെ അവർ ചെറിയൊരു പിക്നിക്ക് പോകുന്ന കണക്ക് വീക്കെൻഡില് പുറത്തു പോകുന്നു. ആ ടീം അവൾക്കും കൂടിയുള്ള ഫുഡ് അവൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന അവൾ അവനോട് ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളെങ്കിലും അവനെ ഒരുപാട് നാളുകളായി അറിയാവുന്ന കണക്ക് ഒരു ബോണ്ടിങ് അവൾക്ക് ഉള്ളിൽ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അന്ന് അവർ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് മടങ്ങി പോകുന്ന ടീം അവളായിട്ട് ആ ഒരു ലോങ് ബസ് യാത്രക്കിടയിൽ അറിയാതെ അവന്റെ തോളിൽ ചാരി ഉറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ സ്വല്പം കഴിഞ്ഞ് ഉറക്കമുണരുന്ന അവൾ പെട്ടെന്ന് വളരെ പാനിക്
പാനിക്കായി ആരാ നിങ്ങൾ എന്ന് അടുത്ത് വളരെ ക്ലോസ് ആയിരിക്കുന്ന കിമ്മിനോട് അവൻ അറിയാത്ത രീതിയിൽ ഷൗട്ട് ചെയ്ത് പാനിക്കായി ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവനായിട്ട് ഇവൾ എന്തെങ്കിലും പെരുമാറുന്നതെന്നേ മനസ്സിലാവുന്നില്ല. അവൻ പുറകെ ചെല്ലുമ്പോൾ അവൾ അവനെ കണ്ട് വീണ്ടും പേടിച്ച് അവിടെ വന്ന ഒരു ബസ്സിന് കൈ കാണിച്ച് അതിൽ കയറി പോന്നു. അവൾ ഓടിച്ചെന്ന ബസ്സിൽ കയറി പോയപ്പോ ഇവന് തിരിച്ചതിൽ ചെന്ന് കയറാനേ സാധിച്ചില്ല. കാരണം ഇവൻ ഓടുമ്പോൾ വല്ലാതെ നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓടാതെ അവൻ അവിടെ തന്നെ അങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട്. അവൾക്കാകട്ടെ ഇങ്ങനെ ഉറങ്ങിയ ശേഷമാണ് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവനിവിടെ പുറത്തു പോയതൊക്കെ അവൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവൻ ആരാണെന്ന് പോലും അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ റൂമിൽ ചെന്ന് നോട്ട്സ് ഒക്കെ കാണണ്ട. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഓർമ്മയിൽ നിന്ന് മായാത്ത അവളുടെ പേരൻസ്, ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയ ജിമിൻ അങ്ങനെയുള്ളവർ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തായാലും ഡേറ്റ് ചെയ്യുന്ന കാര്യം ടീച്ചേഴ്സിനോ പേരൻസിനോ അറിയാൻ സാധ്യതയില്ല. അവൾ വേഗം തന്നെ ജിമിനെ വിളിക്കുന്നുണ്ട്. ജിമിനോട് ഞാൻ ഇങ്ങനെ ഉറങ്ങി എണ്ണീറ്റപ്പോ എന്റെ അടുത്ത് ഒരാൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ തുടർന്ന് അവൾ പറഞ്ഞു കൊടുത്ത പ്രകാരം ഫോണിലെടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ കിമ്മും താനും ഡേറ്റിംഗിലാണെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് അപ്പോഴാണ് കാര്യങ്ങളെ പറ്റി ഒരു ഏകദേശ ധാരണ വീണ്ടും വരുന്നത്. അവൾ വളരെ അപ്സെറ്റ് ആവുന്നു. തുടർന്ന് അവൾ കിമ്മിനെ കാണാനായി ചെല്ലുന്നുണ്ട്. അവനോട് കണ്ടപാടെ സോറി പറയുന്ന അവൾക്ക് ഉറങ്ങി എണ്ണിക്കുമ്പോൾ അതുവരെ നടന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് അംനേഷ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. കൂടാതെ പുതുതായി എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയപ്പോഴാണ് അവനുമായി ഡേറ്റിംഗ് ആരംഭിച്ചതെന്നും സോറി എന്നും ഒക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, നീ എന്നെ യൂസ് ചെയ്താലും എനിക്കൊരു വിരോധവും ഇല്ല, പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നിന്റെ കാര്യങ്ങൾ അറിഞ്ഞു എന്നത് നീ ഡയറിയിൽ കുറിക്കൊന്നും വേണ്ട, എനിക്കതൊരു കാര്യമല്ല, ഞാനിത് ആരോടും പറയില്ല, നമുക്ക് പഴയ കണക്ക് തന്നെ മുന്നോട്ട് പോകാന്ന് പറയുമ്പോൾ അവളും ഹാപ്പി. പിന്നീട് അടുത്ത ദിവസമായിട്ട് കിമ്മിനെ കണ്ട് ജിമിൻ സംസാരിക്കുന്നുണ്ട്. ഈ ടീം ഹാൻസിയുടെ പ്രൈവസിയെ മാനിച്ചാണ് അവളുടെ അംനേഷ്യയെ പറ്റി തങ്ങൾ വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്ന് ജിമിൻ പറയുമ്പോൾ ഞാനും ഇത് ആരോടും പറയില്ല, പക്ഷെ എനിക്ക് അവളുടെ ജേർണിയുടെ ഭാഗമാകാനായി വളരെ താല്പര്യമുണ്ട്, അവളുടെ ഓർമ്മകളെ സന്തോഷം കൊണ്ട് നിറയ്ക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം അവൻ പറയുമ്പോൾ അവൻ ഹാൻസിയോയെ വെച്ച് ടൈം പാസ് അല്ല, അവൻ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്ന ജിമിനും അത് സന്തോഷമാവുന്നുണ്ട്. അതുവരെ ഇവരുടെ ഡേറ്റിംഗിൽ ഒട്ടും താല്പര്യം ഇല്ലാതിരുന്ന ജിമിൻ അതിനുശേഷം വളരെ കൂളാവുന്നു. അങ്ങനെ അവനായിട്ട് അന്ന് വീട്ടിൽ ചെന്ന അച്ഛനോട് തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഹാപ്പിയായി സംസാരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ് കഴിയുമ്പോഴേക്കും ഇവർ 4 പേരും, അതായത് കിമ്മും ഹാൻസിയോയും ജിമിനും ജങ്ങും കൂടി ഒന്നിച്ച് പുറത്തു പോകുന്നുണ്ട്. അവർ ഒരു അക്വേറിയത്തിൽ അവിടെ പെൻഗ്വിൻസിനെ കാണാനാണ് പോകുന്നതെങ്കിലും അന്ന് അവർക്ക് പെൻഗ്വിൻസിനെ കാണാനായി സാധിച്ചില്ല. അതിന്റെ നിരാശ കുറച്ച് അവൾക്ക് ആവുന്നുണ്ട്. കാരണം ഹാൻസിയോ ആണ് പെൻഗ്വിൻസിനെ കാണാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് ഇവരെ വിളിച്ചോണ്ട് വന്നത്. പക്ഷെ പിന്നീട് അവന്റെ കൂടെ ബീച്ചിൽ അവൾ കുറെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു സങ്കടമൊക്കെ മാറുന്നു. എന്തായാലും അവൾക്ക് നിരാശയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന കിം ആകട്ടെ അടുത്ത ദിവസം ഹാൻസിയോയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അവൻ മാത്രമല്ല, ജിമിനെ സർപ്രൈസ് ചെയ്യാൻ ഈ ജംഗും പെൻഗ്വിന്റെ വേഷത്തിൽ അവരുടെ മുന്നിലെത്തി. അങ്ങനെ ഹാപ്പിയായി അവർ ടൈം സ്പെൻഡ് ചെയ്യുകയും ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഓർമ്മകൾ തിരിച്ച് വീട്ടിൽ വന്ന ശേഷം ഹാൻസിയോ തന്റെ കമ്പ്യൂട്ടറിൽ കുറിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ദിവസം മാത്രം ഓർമ്മയിൽ നിന്ന് മായാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അടിക്കുറിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഫ്രണ്ട്സിനെയും കൂടി തന്റെ അച്ഛൻ നടത്തുന്ന ഒരു ഷോപ്പിലേക്ക് കിം പോകുന്നുണ്ട്. അങ്ങനെ അച്ഛന് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുന്ന ടീമാണ്. അവിടെയുള്ള ഫോട്ടോസ് ഒക്കെ ജിമിൻ ശ്രദ്ധിക്കുന്നത്. അത് വളരെ ഫേമസ് ആയ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോ ആണ്. ആ ടീമാണ് അവൾക്ക് ആ ഫേമസ് ഫോട്ടോഗ്രാഫർ മറ്റാരും അല്ല, കിമ്മിന്റെ ഈ അച്ഛൻ തന്നെയാണ്. അദ്ദേഹം പക്ഷേ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. അവൾ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒന്നും ഇപ്പോൾ പുതിയത് അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ കണ്ടിരുന്നു. പക്ഷെ താങ്കളെ ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, വളരെ സർപ്രൈസ് ആയിരുന്നില്ല അവൾ പറയുമ്പോൾ അമ്മയുടെ മരണശേഷം അച്ഛന്റെ വളരെ പാഷനായിരുന്ന ആ ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ വിട്ടുമാറി നിൽക്കുന്നത് സത്യത്തിൽ കിമ്മിനെ സംബന്ധിച്ച് സങ്കടമുള്ള കാര്യമാണ്. എങ്ങനെയും അച്ഛനെ തിരിച്ച് അതിലേക്ക് എത്തിക്കണമെന്ന് തന്നെ അവൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹാൻസിയോ പതിയെ ഉറങ്ങാതെ ഭയങ്കര ടയേർഡായി പോകുന്നുണ്ട്. അവൾ രാത്രിയൊക്കെ ഉറക്കമുളച്ചിരുന്ന് ഓരോ ദിവസവും കിമ്മിന്റെ കൂടെ നടന്ന ഓർമ്മകൾ അവൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാപാഠം പഠിക്കുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ഓർമ്മയിൽ നിന്ന് പോകുമെന്ന് ആ ഒരു പേടി കൊണ്ട്, അവനെ മറക്കരുത് എന്ന ആ ഒരു ആഗ്രഹം കൊണ്ട്. എന്തായാലും അവളിങ്ങനെ വീട്ടിൽ കറക്റ്റ് സമയത്ത് ഉറങ്ങാതെ ഇരിക്കുന്നതൊക്കെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും നോട്ടീസ് ചെയ്യുന്ന അമ്മ ജിമിനോട് പറയും. ജിമിൻ ഇതാണ് കാര്യം എന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കിമ്മിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. നീ അവൾക്ക് നൽകുന്ന, അവൾ സന്തോഷിക്കണമെന്ന രീതിക്കുള്ള ആ ഒരു നല്ല നല്ല ഓർമ്മകളൊക്കെ അവൾ പോലും അറിയാതെ സ്ട്രെസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ആകെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നെല്ലാം ജിമിനും പറയുന്നു. കിമ്മിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ട്. എങ്ങനെയെങ്കിലും ഹാൻസിയോയെ അവൾ ഉള്ള ഈ ഒരു ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്ന രീതിക്ക് അവളുടെ അസുഖത്തെ പറ്റി അവൻ അവന്റേതായ രീതിക്ക് റിസർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമ്മർ ബ്രേക്കിന് പോകുന്നതിന് മുന്നേ ഗ്ലാസ് ഷോപ്പിൽ കിമ്മിന്റെ അച്ഛനെ കാണാനായി പോയിരുന്നല്ലോ. കിമ്മിന്റെ അച്ഛൻ ഒരു ഗ്ലാസ് ഷോപ്പാണ്. അവിടെ ഗ്ലാസും കൊണ്ട് പലവിധ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാം. അവിടെ വെച്ച് ഇവരാകട്ടെ പരസ്പരം ഗിഫ്റ്റ് ചെയ്യാനായി കിം ഹാൻസിയോയെ കണക്കിരിക്കുന്ന ചെറിയൊരു ഗ്ലാസ് കട്ടും ഹാൻസിയോ കിമ്മിനെ കണക്കിരിക്കുന്ന ഒരു ഗ്ലാസ് കട്ടും തയ്യാറാക്കിയിരുന്നു. അതിപ്പോ അവർ
അവർ പങ്കുവെക്കുന്ന ടീം നീ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അവൻ പ്രശംസിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന ടീം പടം വരയ്ക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നും എനിക്ക് ഓർമ്മയില്ലാന്ന് അവൾ പറയുമ്പോൾ അങ്ങനെ നീ ഒന്നും മറക്കില്ല, തീർച്ചയായും നിന്റെ മനസ്സിൽ അതൊക്കെ കാണും, നമുക്ക് പൊടി തെറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് സമ്മർ വെക്കേഷൻ ആവുന്നുണ്ടെങ്കിലും അവരാകട്ടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടി അവരുടെ ഡേറ്റിംഗ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പരസ്പരം ഒരു രസത്തിന് തുടങ്ങിയ ഈ ഡേറ്റിംഗ് അവർക്കിടയിൽ വല്ലാത്തൊരു ഇഷ്ടം ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കറക്കത്തിന്റെ ഒടുക്കം ഒരു ദിവസം ഇവർ പുറത്തു പോകുമ്പോൾ അവനുമായിട്ടുള്ള ഓർമ്മകളൊന്നും തന്റെ ഉള്ളിൽ നിന്ന് പോകരുതെന്ന് അവൾ വളരെ ആഗ്രഹത്തിൽ പറയുമ്പോൾ അതൊന്നും പോവില്ല എന്ന് പറഞ്ഞവൻ അവളെ കിസ് ചെയ്യാണ്. അവളും ആ ഒരു കിസ് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഇവർ ഒഫീഷ്യലി പ്രണയിക്കാൻ അവിടെ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ അടുത്ത ദിവസം കാണുമ്പോഴേക്കും രാവിലെ അലാറം അടിച്ച് എണ്ണിക്കുന്ന ഹാൻസിയോ അവളുടെ നോട്ട്സ് എടുക്കുമ്പോൾ ആ നോട്ട്സിന്റെ ഇടയിലൊന്നും അവളെ കിമ്മിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ അതുകൊണ്ട് തന്നെ കാഷ്വലായി സ്കൂളിലേക്ക് റെഡിയായി പോകുന്നു. അവിടെ എത്തുമ്പോഴും അവിടെ കിമ്മിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവനെ പറ്റി നോട്ട്സ് ഒന്നും വായിക്കാത്തതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇല്ല എന്ന ഒരു ഓർമ്മ പോലും ഹാൻസിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. കിമ്മിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഒന്നും തന്നെ അവളുടെ മുന്നിൽ പിന്നീട് വന്നിട്ടേ ഇല്ല, കിമ്മിനെ കാണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ജിമ്മിനോട് സംസാരിച്ചിരിക്കുന്ന ഹാൻസിയോ എന്റെ ഓർമ്മകളിലേക്ക് ഒരു മുഖം വന്നു പോകുന്നു എന്നും പറഞ്ഞ് ആ മുഖം ഞാൻ വരച്ചു എന്ന് പറഞ്ഞ് അത് കാണിക്കാണ്. അത് കാണുന്ന ജിമ്മിന് ആകെ ഞെട്ടുന്നു. കാരണം അത് കിമ്മിന്റെ ചിത്രമായിരുന്നു ഹാൻസിയോ വരച്ചിട്ടുണ്ടായിരുന്നത്. ഈ ടീമാണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കിം ഹാൻസിയോ അറിയാതെ ജിമ്മിനോട് ചില കാര്യങ്ങൾ അവനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എന്റെ അസുഖം ഒരിക്കലും ഭേദമാവില്ല, ഞാൻ ഇതുകൊണ്ട് അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലാണ്ടായാൽ എന്റെ ഓർമ്മകൾ ഹാൻസിയോയെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ട് അവളുടെ ഓർമ്മയിൽ നിന്ന് എന്നെ മായ്ക്കാനായിട്ട് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് അവൾ കുറിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് സഹായിക്കണമെന്ന് ജിമ്മിനോട് ആവശ്യപ്പെട്ടത് അവൻ തന്നെയാണ്. ശിവൻ ആരാ എന്താണെന്ന് ഹാൻസിയോയ്ക്ക് അറിയാനായി ഭയങ്കരമായ ഒരു ആകാംക്ഷ വന്നപ്പോ ജിമ്മിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതുപ്രകാരം അവൻ മരിച്ചു എന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന അവൾ വളരെ അപ്സെറ്റ് ആയി പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാം. പിന്നീട് അവൾ ആ ഒരു സങ്കടത്തിൽ തന്നെയായിരുന്നു. അത് കാണുന്ന ജിമ്മിൻ ഇനി വീണ്ടും അവളുടെ ഓർമ്മയിൽ നിന്ന് അവനെ എന്നേക്കുമായി മായ്ക്കണം എന്ന് തീരുമാനിക്കുന്നു. വീണ്ടും എന്തൊക്കെയാണോ മുന്നേ അവൾ മാറ്റാതെ അവന്റെ ഓർമ്മയ്ക്കായി കുറച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത് അതൊക്കെ തന്നെ ഇപ്പൊ ജിമ്മിൻ മാറ്റി തീർത്തും ഹൻസിയുടെ ഓർമ്മയിൽ നിന്ന് കിമ്മിനെ മായ്ച്ചു കളയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവളിൽ കുറേയേറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം കുറച്ച് നാളെ അവൾക്ക് ഉറക്കമില്ലായിരുന്നല്ലോ, പക്ഷെ അവളാകട്ടെ ഇപ്പോൾ മുന്നത്തേനേക്കാളും നന്നായി എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ പേരൻസിനോട് പറയുമ്പോൾ പഴയ ഓർമ്മകളില്ലാത്ത അവൾക്ക് എങ്ങനെ മുന്നത്തേതിനേക്കാൾ നന്നായി എന്ന ഒരു കമ്പാരിസൺ നടത്താൻ സാധിക്കുമെന്ന് അത് കേട്ടിരുന്ന പേരൻസും പറഞ്ഞ അവളും ആകെ ഞെട്ടുന്നുണ്ട്. തുടർന്ന് അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായി പോകുമ്പോൾ അവളുടെ ഓർമ്മകൾ ഇപ്പോൾ കുറെ ബെറ്റർ ആയിട്ടുണ്ടെന്നും എന്തെങ്കിലും ഒരു പെയിൽ മെമ്മറി വരികയാണെങ്കിൽ അതിനെപ്പറ്റി വളരെ ഡീപ് തിങ്ക് ചെയ്ത് അതിനെ വീണ്ടെടുക്കാനായി ശ്രമിക്കണം, അതൊരു എക്സസൈസ് ആണെന്നും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്നെത്തുന്ന ഹാൻസിയോയെ കാണാനായി ജിമ്മിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആക്സിഡന്റിന് ശേഷം പലതും ഞാൻ മറന്നു പോകുന്നുണ്ടെങ്കിലും എന്തോ എന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന കണക്കുണ്ട്, വ്യക്തമായി അറിയില്ലെങ്കിലും ഒന്നുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് കിമ്മിന്റെ പല ചിത്രങ്ങൾ അവൾ വരച്ചു വെച്ചിരിക്കുന്നതാണ്. അത് ആരാണ് എന്താണെന്ന് ആക്ച്വലി അവൾക്ക് ഒരു ധാരണയില്ലെങ്കിലും എപ്പോഴോ കണ്ടു മറന്ന് മനസ്സിൽ പതിഞ്ഞ ഒരു മുഖം കണക്ക് തോന്നുന്നത് കൊണ്ട് അവൾ അത് വരച്ചതാണ്. ഇങ്ങനെ വരുന്ന ഈ ഓർമ്മയെ പറ്റി ഡീപ് തിങ്ക് ചെയ്താൽ ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാവും എന്ന രീതിക്കാണ് ഞാൻ അതെല്ലാം വരച്ചെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഇതെനിക്ക് ആരായിരുന്നു എന്ന് ചിലപ്പോൾ ഓർമ്മ വന്നാലോ എന്നും കൂടി അവൾ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജിമ്മിന് വളരെ സങ്കടം ആവുന്നുണ്ട്. അല്ലാത്ത സങ്കടം തോന്നുന്ന ജിമ്മിൻ വേഗം തന്നെ ഹാൻസിയുടെ അടുത്ത് നിന്ന് മാറ്റി വെച്ചിരുന്ന കിമ്മിന്റെ പല ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളും ഒരു സോറി പറഞ്ഞുകൊണ്ട് അവൾക്കിപ്പോ തിരികെ കൊടുക്കുകയാണ്. അതൊക്കെ നോക്കിയപ്പോൾ അവൾ വളരെ സങ്കടപ്പെടുന്നത് നമുക്ക് കാണാം. അവൾക്കിപ്പോ കാര്യങ്ങൾ ഇതൊക്കെ കണ്ട് മനസ്സിലായിരിക്കുന്നു. തുടർന്ന് അവൾ കിമ്മിന്റെ വീട്ടിലേക്ക് അടുത്ത ദിവസം ചെല്ലുമ്പോഴേക്കും ഭാര്യയും മരിച്ചു, മകനും മരിച്ചു, ഇനി ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലാതെ സാധനങ്ങൾ പാക്ക് ചെയ്ത് യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന അച്ഛനെയാണ് അവൾ കാണുന്നത്. തുടർന്ന് അവളെ കണ്ട് സംസാരിക്കുന്ന അച്ഛൻ അവൾക്കൊരു ബോക്സ് സമ്മാനിക്കുന്നു. അതിൽ അവൾ അവന് വേണ്ടി സമ്മാനിച്ച അവന്റെ ഗ്ലാസ് കട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതും കൂടി കാണുമ്പോൾ അവൾ ഒരുപാട് സങ്കടപ്പെടുന്ന ടീം അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ചിലവർ അങ്ങനെയാണ്, നമ്മുടെ ഓർമ്മകളിൽ ഒരിക്കലും മായാതെ മറിയാതെ അങ്ങനെ ഉണ്ടാവുന്നു അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ അടുത്തില്ലാണ്ടാവുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണത്, വല്ലാത്തൊരു അവസ്ഥ. എന്തായാലും പിന്നീട് അങ്ങോട്ട് കിം കൂടെ ഇല്ലെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് മായാത്ത അവന്റെ ഓർമ്മകളിൽ അങ്ങനെ അവർ ഒന്നിച്ച് പോയിരുന്ന ഇടങ്ങളിലേക്കൊക്കെ വീണ്ടും പോയി അവൻ കൂടെയുണ്ട് എന്ന ആ ഒരു ഓർമ്മയിൽ, വിശ്വാസത്തിൽ, ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് ജീവിക്കുന്ന ഹാൻസിയോയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.